நம சிவாய வாழ்க. നാഥൻ്റെ പാദം വാഴ്ക വാഴ്ക. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ 3-ാം അധ്യായത്തിൽ അടുത്ത ചില പാഠലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കോടാനുകോടി വസ്തുക്കൾക്ക് അവയുടെ തന്മയുളവാക്കുന്നോൻ. കോടാനുകോടി വസ്തുക്കൾ, ഈ പ്രപഞ്ചത്തിലുള്ള കോടാനുകോടി വസ്തുക്കൾക്കെല്ലാം അവയുടെ അതത് തനത് സ്വഭാവം നൽകുന്നത് ഭഗവാൻ ശിവനാണ്. അപ്പോൾ കോടാനുകോടി വസ്തുക്കൾക്ക് കോടാനുകോടി സ്വഭാവവിശേഷങ്ങളുണ്ട്. അവരുടേതായ ആ സ്വഭാവവിശേഷങ്ങളെല്ലാം നൽകുന്നത് ഭഗവാൻ ശിവനാണ്. പിന്നെയോ ആദിദേവൻ, പൂർണ്ണതയാർന്നോൻ, തനിക്ക് താനേ സമമായുള്ളവൻ, ആദിദേവനായിട്ടുള്ളവൻ, പൂർണ്ണതയുള്ളവൻ, എല്ലാ കലകളും 16 കലകളും തികഞ്ഞവൻ, തനിക്ക് താനേ സമമായുള്ളവൻ, തനിക്ക് താൻ മാത്രമേ സമമായിട്ടുള്ളൂ, മറ്റാരും തനിക്ക് തുല്യമായിട്ടില്ല, അതുല്യനായിട്ടുള്ളവൻ. പന്നിത്തേറ്റ അണിഞ്ഞോൻ, കാട്ടിലെ പുലിത്തോൽ അരയിൽ ചുറ്റിയിടുന്നോൻ. പന്നിത്തേറ്റ അണിഞ്ഞോൻ, ശിവൻ്റെ മാറിടത്തിലെ മാലയിൽ പന്നിയുടെ തേറ്റമാണ് അലങ്കാരമായിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട ഒരു കഥയുണ്ട്. അതായത് പണ്ട് ഹിരണ്യാക്ഷൻ ഭൂമിയെ പാതാളത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ പാതാളത്തിലേക്ക് കൊണ്ടുപോയ ഭൂമിയെ പന്നിയുടെ രൂപം വിഷ്ണു സ്വീകരിച്ചു. എന്നിട്ട് വിഷ്ണു ആ പാതാളത്തിൽ ചെന്നിട്ട് ഭൂമിയെ തിരിച്ച് ഭൂമിയുടെ യഥാർത്ഥ സ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നു. ആ പന്നി രൂപം ധരിച്ച വിഷ്ണു പിന്നീട് തൻ്റെ കോപം തീർക്കാൻ വേണ്ടി പലരെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അപ്പോൾ ആ പന്നിയുടെ തേറ്റത്തെ ശിവനാണ് സ്വന്തം മാലയിലെ അലങ്കാരമായി സ്വീകരിച്ചത്. ആ കഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പന്നിത്തേറ്റമണിഞ്ഞോൻ, പന്നിയുടെ തേറ്റ, പന്നിയുടെ ആ തേറ്റ മാലയിൽ അലങ്കാരമായി തൂക്കിയിട്ടിരിക്കുന്നവൻ. പിന്നെയോ കാട്ടിലെ പുലിത്തോൽ അരയിൽ ചുറ്റിയിടുന്നവൻ. പുലിയുടെ തോലാണ് ശിവൻ അരയിൽ അണിഞ്ഞിരിക്കുന്നത്. അങ്ങനെ പുലിത്തോൽ അണിഞ്ഞ ശിവൻ. തിരുനീറണിഞ്ഞവൻ, അവനെ നിനക്കെ ചിന്തയിലാർന്ന് ആനന്ദമാർന്നോൻ. അവൻ തിരുനീറാണ് അണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശിവവിഭൂതി ശിവനിൽ കാണാൻ കഴിയും. അപ്പോൾ ശിവൻ എപ്പോഴും തിരുനീറ് അണിഞ്ഞവനാണ്. അതുകൊണ്ട് ശിവഭക്തന്മാരും തിരുനീറണിയുന്നു. അതുകൊണ്ട് ശിവഭക്തന്മാരെ തിരിച്ചറിയാൻ എളുപ്പമാണ്. അവർ എപ്പോഴും ആ തിരുനീറ് നെറ്റിയിലും അതേപോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും അവർ അണിയാറുണ്ട്. തിരുനീർ വളരെ പവിത്രമാണ്. ശിവൻ്റെ പ്രതീകമാണ് തിരുനീർ. ആ തിരുനീർ അണിഞ്ഞവനാണ് ശിവൻ. ആ ശിവനെ നിനക്ക് ആനന്ദമാർന്നവനാണവൻ. അവൻ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ആനന്ദമേകും. അപ്പോൾ ശിവൻ എന്നുള്ള ആ പേര് ഉച്ചരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആനന്ദം നിറയും. അപ്പോൾ ശിവശബ്ദത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. ശിവനെ നനയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പരമാനന്ദം നിറയും. വീണയിൽ നാദം പോൽ ഉൾച്ചേർന്നിരിപ്പോൻ. വീണയും നാദവും എപ്രകാരമാണോ പരസ്പരം ഒന്നിച്ചു ചേർന്നിരിക്കുന്നത്, അതേപോലെ ജീവനിൽ ശിവൻ ചേർന്നിരിക്കുന്നു. അപ്പോൾ എല്ലാ ജീവന്മാരിലും ശിവൻ വീണയിലെ നാദം പോലെ
ചേർന്നിരിക്കുന്നു. അവിധം ചേർന്നതും അറിഞ്ഞിടുന്നോൻ പരമേശ്വരൻ തൽപുരാതനനായ അതിപുരാതനായ ശിവൻ എല്ലാവരോടും ചേർന്നിരിക്കുന്നു. അവിധം ചേർന്നും അറിഞ്ഞിടുന്നോൻ പരമേശ്വരൻ അതിപുരാതനൻ ബ്രഹ്മവിഷ്ണുമാരും കാണപ്പെരിയോൻ. ബ്രഹ്മാവിനും വിഷ്ണുവിനും ശിവൻ്റെ പാദവും ശിരസും അന്വേഷിച്ച് നടന്നിട്ടും ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ബ്രഹ്മവിഷ്ണുക്കൾക്ക് ഒരിക്കലും ശിവൻ്റെ ആദിയും അന്തവും കണ്ടെത്താൻ കഴിയാതെ വന്നു. അങ്ങനെയുള്ള ഭഗവാൻ അത്ഭുതൻ, അനേകൻ, വാഗതീതൻ, പ്രാചീനൻ, ചിന്തയ്ക്ക് ഒത്ത് അതിദൂരസ്ഥൻ. അപ്പോൾ അത്ഭുതനായിട്ടുള്ളവനാണ് ശിവൻ. അനേകനാണ് ശിവൻ. ഏകനും അനേകനുമാണ് ശിവൻ. വാഗീശ്വരനാണ്, വാക്കുകളുടെ ഈശ്വരനാണ്. പിന്നെ വാക്കുകൾ കൊണ്ട് ഒരിക്കലും ചിത്രീകരിക്കാനാവാത്ത, വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത അത്രയ്ക്ക് അനശ്വരനാണ് ശിവൻ. പ്രാചീനനാണ്. ചിന്തിക്കുമ്പോൾ വളരെ ദൂരസ്ഥനായി ശിവൻ നിൽക്കുന്നു. ചിന്തിക്കുന്നവർക്കൊരിക്കലും ശിവനെ കണ്ട് എത്താൻ കഴിയില്ല. പിന്നെയോ ആർക്കാണ് കാണാൻ പറ്റുക? ഭക്തിവലയിൽ മാത്രം പെടുന്നോൻ. ഭക്തന്മാർക്ക് മാത്രമേ ശിവനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ബുദ്ധി കൊണ്ട് ശിവനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാണിക്യവാചകർ ഇവിടെ പറയുന്നത്. ബുദ്ധി കൊണ്ടോ മറ്റ് ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഒരിക്കലും കാണാൻ കഴിയാത്ത ആ പരമേശ്വരനെ ആർക്ക് കാണാൻ കഴിയും? ഭക്തി വലയിൽ മാത്രം പെടുന്നു. ഭക്തിയാകുന്ന വലയിൽ മാത്രമേ അവൻ കുരുങ്ങുകയുള്ളൂ. അതായത് ഭക്തന്മാർക്ക് മാത്രമേ ശിവനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എളുപ്പമാണ് ശിവനെ കാണാൻ പറ്റുക എന്നുള്ളത്. വളരെ വളരെ പ്രയാസമാണ്. വളരെ പ്രയാസമേറിയ ശിവനെ കാണാൻ പറ്റാത്ത ആ ശിവൻ ആർക്ക് അടുത്ത് നിൽക്കുന്നു? ഭക്തന് ഏറ്റവും അടുത്ത് നിൽക്കുന്നു. അപ്പോൾ ഭക്തന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ശിവൻ. ഭക്തന്മാരുടെ മുമ്പിൽ ശിവൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഭക്തിക്ക് കീഴടങ്ങുന്നവനാണ് ശിവൻ. അപ്പോൾ ഭക്തി കൊണ്ട് മാത്രമേ ശിവനെ കീഴടക്കാൻ കഴിയൂ, ശിവനെ കാണാൻ കഴിയൂ. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹം കൂടിയാണത്. ശിവഭക്തി കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ശിവനെ കാണാൻ കഴിയും. ശിവഭക്തനാണോ നിങ്ങളുടെ മുമ്പിൽ, ശിവൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ശിവനോടുള്ള അകൈതവമായ ഭക്തി, നിഷ്കളങ്കമായ ഭക്തി, അങ്ങനെ ആർക്കാണോ ശിവനോട് നിഷ്കളങ്ക ഭക്തിയുള്ളത്, തീവ്രമായ ഭക്തിയുള്ളത്, സമ്പൂർണ്ണ സമർപ്പണ ഭക്തിഭാവമുള്ളത്, അങ്ങനെയുള്ളവരുടെ മുമ്പിൽ ശിവൻ വളരെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പുരാണങ്ങളിൽ ഇങ്ങനെയുള്ള ഒരുപാട് കഥകളുണ്ട്. ആ ശിവശബ്ദം ഉച്ചരിക്കുമ്പോൾ തന്നെ ശിവൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ശിവശബ്ദം ഒരു തവണ ഉച്ചരിക്കുമ്പോൾ തന്നെ ശിവൻ അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് ഗുരുവിൻ്റെയും പ്രത്യേകതയാണ്. ഗുരുക്കന്മാരും ഇതുപോലെ മൺമറഞ്ഞു പോയ ഗുരുക്കന്മാർ, അവർ പോലും അവരുടെ ശിഷ്യന്മാരുടെ മുമ്പിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് പ്രത്യക്ഷപ്പെടാം. അപ്പോൾ ഗുരുവും ശിവനും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഗുരു എപ്രകാരമാണോ മൺമറഞ്ഞു പോയ ശരീരം ഇല്ലാതെ ആയിത്തീർന്ന ഗുരു, അതായത് ജീവൻ വെടിഞ്ഞ ഗുരു പോലും ഒരു ശിഷ്യൻ്റെ മുമ്പിൽ വിളിക്കുന്ന മാത്രയിൽ തന്നെ പ്രത്യക്ഷപ്പെടാം. അതിന് കാരണം ആ ശിഷ്യനുമായുള്ള ആത്മബന്ധമാണ്, അയാളുടെ ഭക്തിയാണ്. അതേപോലെ തന്നെയാണ് ശിവൻ്റെയും അവസ്ഥ. ഇവിടെ പരമഹംസ യോഗാനന്ദയുടെ ആത്മകഥയിൽ, ഒരു യോഗിയുടെ ആത്മകഥയിൽ അദ്ദേഹത്തിൻ്റെ ഗുരു ആവശ്യപ്പെട്ടപ്പോൾ തന്നെ പ്രത്യക്ഷപ്പെട്ടതായിട്ട്
ഉള്ള സന്ദർഭങ്ങൾ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗുരുക്കന്മാരെ തന്നെ അവരുടെ തന്നെ ഗുരുമൂർത്തിയാണ് ശിവൻ. അപ്പോൾ ശിവഭഗവാനായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഗുരുക്കന്മാരായിക്കൊള്ളട്ടെ, ഏത് നിമിഷത്തിൽ ഭക്തൻ അല്ലെങ്കിൽ ശിഷ്യൻ അവരെ വിളിക്കുന്നുവോ, അവരെ ഉള്ളഴിഞ്ഞ് വിളിക്കുന്നുവോ, ആ സമയത്ത് അവർ പ്രത്യക്ഷപ്പെടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് മാണിക്യവാചകസ്വാമിയോട് പറയുന്നത്. ശിവനോട് അകൈതവ ഭക്തിയുള്ളവർക്ക് ശിവൻ്റെ പേര് ഉച്ചരിക്കുന്ന നിമിഷത്തിൽ തന്നെ ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് അനുഗ്രഹം വർഷിക്കും. അതുല്യനാകും ഏകനും അവനെ, അതുല്യനായ അവൻ ഏകനാണ്. വിശ്വം മുഴുവൻ പരന്നിടുന്നവനാണ് ശിവൻ. അണുപോൽ സൂക്ഷ്മരൂപത്തിലുള്ളവനാണ് ശിവൻ. നിത്യ യൗവനമാർന്നവനാണ് ശിവൻ. തരതമമില്ലാത്ത പെരുമയാർന്നവനാണ് ശിവൻ. അരിയതിൽ അരിയതായിരിപ്പവനാണ് ശിവൻ. വസ്തുക്കളിൽ ഉൾച്ചേർന്നിരിക്കുന്നവനാണ് ശിവൻ. അവയെ വളർത്തി വലുതാക്കുന്നവനും ശിവൻ തന്നെ. ഗ്രന്ഥജ്ഞാനം കൊണ്ട് മറഞ്ഞിടാത്തോനാകം സൂക്ഷ്മ സ്വരൂപൻ. ഈ സൂക്ഷ്മ സ്വരൂപനെ ഗ്രന്ഥങ്ങൾ കൊണ്ട് അറിയാൻ കഴിയില്ല. ഗ്രന്ഥങ്ങൾ അനേകം പഠിച്ചതുകൊണ്ട് ശിവനെ അറിയാൻ കഴിയില്ല. അപ്പോൾ ഗ്രന്ഥ പഠനം കൊണ്ട് ശിവനെ പ്രത്യക്ഷപ്പെടുത്താൻ കഴിയില്ല. അനേകം ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ശിവൻ പ്രത്യക്ഷപ്പെടണമെന്നില്ല. മറിച്ച് ശിവഭക്തി നിറഞ്ഞൊരു ഹൃദയമുള്ള ഒരു ഭക്തൻ ശിവനെ വിളിക്കുമ്പോൾ ശിവൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. ഗ്രന്ഥജ്ഞാനം കൊണ്ട് മറിഞ്ഞിടാത്തോനാകും സൂക്ഷ്മസ്വരൂപൻ. മേലും കീഴുമായി വളർന്നവൻ. അവൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. മേലിലും കീഴിലും സർവസ്ഥലത്തിലും സ്പേസ് മുഴുവൻ അവൻ നിറഞ്ഞു നിൽക്കുന്നു. പിന്നെയോ അന്തവും ആദിയുമില്ലാത്തവനാണ് ശിവൻ. ബന്ധവും മുക്തിയും ഏകിടുന്നവനാണ് ശിവൻ. അപ്പോൾ നമ്മളെ ബന്ധനത്തിൽ പെടുത്തുന്നത് ശിവനാണ്. അതേപോലെ തന്നെ മുക്തി നൽകുന്നതും ശിവനാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് ബന്ധനം നൽകുന്നതും ശിവൻ, ആ ബന്ധനത്തിൽ നിന്ന് മുക്തി നൽകുന്നവനും ശിവൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുകയാണ് ശിവൻ. ശിവൻ്റെ നിയോഗമനുസരിച്ച്, ശിവൻ്റെ ആജ്ഞയനുസരിച്ചാണ് നമ്മുടെ ഓരോ നിമിഷവും നാം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രമണ മഹർഷിയും പറയുന്നുണ്ട്. 16-ാമത്തെ വയസ്സിൽ അരുണാചലത്തിലെ ശിവവിഗ്രഹത്തിൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് രമണ മഹർഷി പറയുന്നത്, അപ്പൻ്റെ ആജ്ഞയാൽ ഞാൻ വന്നിരിക്കുന്നു. ഇനി നിൻ്റെ ആജ്ഞ എൻ്റെ ആജ്ഞ. ഇനി നീ പറയുന്നത് പോലെയാണ് ഞാനിനി ജീവിക്കുക. നിൻ്റെ ആജ്ഞ മാത്രമേ നടപ്പിലാവുകയുള്ളൂ. ഇത് ഓരോ ശിവഭക്തനെ സംബന്ധിച്ചിടത്തോളം സത്യമാണ്. ഒരു ശിവഭക്തൻ്റെ ജീവിതം എന്ന് പറയുന്നത് അത് ശിവനാൽ എഴുതപ്പെട്ടതത്രേ. ശിവൻ നിർദ്ദേശിക്കുന്ന വഴിയിലൂടെയാണ് ശിവഭക്തൻ എപ്പോഴും സഞ്ചരിക്കുള്ളൂ. മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ചാൽ പോലും ശിവൻ അതിന് സമ്മതിക്കില്ല. മാത്രമല്ല, എല്ലാ തെറ്റുകളിൽ നിന്നും എല്ലാ പാപങ്ങളിൽ നിന്നും ശിവൻ എപ്പോഴും അവനെ കാത്തുരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ അപകടങ്ങളിൽ നിന്നും ശിവൻ ശിവഭക്തനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഏതെല്ലാം മഹാചതിക്കുഴികളിൽ വീണാലും ആ ചതിക്കുഴികളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്താനും ആ ചതിക്കുഴികളിൽ വീഴാതിരിക്കാനും ഭഗവാൻ ശിവൻ തൻ്റെ ഭക്തനെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതായത് ശിവൻ എപ്പോഴും നിരന്തരം ശിവഭക്തൻ്റെ ജീവിതത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ നിരീക്ഷണത്തിലൂടെ ശിവഭഗവാൻ അയാളെ നയിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരു ശിവഭക്തനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം എന്ന് പറയുന്നത് അയാളുടേതല്ല, ശിവനിയോഗമനുസരിച്ചാണ് അയാൾ ജീവിക്കുന്നത്. ശിവൻ എന്താണോ പറയുന്നത് അത് കേൾക്കുന്നു. ഭഗവാൻ ഒരു യന്ത്രിയാണ്, ഞാനൊരു യന്ത്രമാണ്. രാമകൃഷ്ണ പരമഹംസർ എപ്പോഴും പറയും, ദേവി ഒരു യന്ത്രിയാണ്, ഞാനൊരു യന്ത്രമാണ് എന്ന്. അതേപോലെ യന്ത്രം നടത്തുന്ന ആളാണ് ശിവൻ. ശിവൻ്റെ
ചലനങ്ങൾക്കൊത്ത്, ശിവൻ്റെ നിർദ്ദേശങ്ങൾക്കൊത്ത് ഒരു ശിവഭക്തൻ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള ശിവഭക്തനാകണമെങ്കിൽ സമ്പൂർണ്ണ സമർപ്പണം ആവശ്യമാണ്. ശിവനിൽ സമ്പൂർണ്ണ ശരണാഗതി അടയണം. അങ്ങനെ ശിവനിൽ സമ്പൂർണ്ണ ശരണാഗതി അടഞ്ഞ ഒരു ഭക്തൻ്റെ യോഗക്ഷേമങ്ങളെല്ലാം ശിവൻ തന്നെ നടത്തിക്കൊള്ളും. പിന്നെ വരുന്നതത്രയും ശിവ നിയോഗമായിരിക്കും. എല്ലാം ശിവനിയോഗമായിരിക്കും. ശിവൻ്റെ ആജ്ഞയനുസരിച്ച് അയാൾ ചലിക്കുന്ന ഒരു പാവ മാത്രമായി മാറും. പിന്നെ ഒന്നും ശിവഭക്തന് ചെയ്യേണ്ടതില്ല. ചുമ്മാതിരി ചൊല്ലര എന്ന് തമിഴിലെ ആ വചനമുണ്ടല്ലോ, അതാണ് സത്യം. അയാൾ വെറുതെ ചുമ്മാതിരുന്നാൽ മതി. പിന്നെ മുഴുവനും ശിവഭഗവാൻ അയാളെ കൊണ്ട് ചെയ്യിക്കും. അയാൾക്ക് വേണ്ടതെല്ലാം എന്താണോ അതെല്ലാം ഭഗവാൻ നൽകുക തന്നെ ചെയ്യും. അപ്പോൾ ഗ്രന്ഥജ്ഞാനം കൊണ്ട് ഈ അവസ്ഥയെ ഒരിക്കലും പ്രാപിക്കാൻ പറ്റില്ല. ജീവിതം മുഴുവനും ഗ്രന്ഥം പഠിച്ച് ഒരാൾക്ക് ശിവജ്ഞാനത്തിലേക്ക് എത്താൻ കഴിയില്ല. ശിവജ്ഞാനിയാകണമെങ്കിൽ, ശിവയോഗിയാകണമെങ്കിൽ ശിവഭക്തനായിരിക്കണം. ശിവഭക്തന് വളരെ പെട്ടെന്ന് ശിവയോഗിയായി തീരാൻ പറ്റും. പിന്നെ നോക്കൂ, ചരാചരങ്ങളായി മേവിടുന്നവന് എല്ലാ ചരങ്ങളും, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചരങ്ങളും അചരങ്ങളും അവിടെ നിന്നാണ്. കൽപ്പവും പ്രളയവും അങ്ങ് തന്നെയാണ്. അങ്ങാണ് കൽപ്പം സൃഷ്ടിക്കുന്നത്, അങ്ങാണ് പ്രളയവും സൃഷ്ടിക്കുന്നത്, അങ്ങാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം നടത്തുന്നത്. ഭക്തർക്ക് എളിതായി ദർശനം തരുവോൻ. അങ്ങനെ ഭക്തന്മാർക്ക് എളിതായി വളരെ പെട്ടെന്ന് ദർശനം തരുന്നവനാണ് ശിവൻ. അമരന്മാരും അറിയാത്തവൻ. അമരന്മാർക്ക് പോലും ശിവനെ അറിയാൻ കഴിയില്ല. അമരന്മാർക്ക് പോലും ശിവനെ അറിയണമെങ്കിൽ, ദേവന്മാർക്ക് പോലും ശിവനെ അറിയണമെങ്കിൽ അവർ മനുഷ്യരായി ജനിക്കണം. ഇങ്ങോട്ട് ശിവഭക്തനാകണം. അങ്ങനെയുള്ള മർത്യ ശിവഭക്തന്മാർക്ക് മാത്രമേ ശിവൻ പ്രത്യക്ഷനാവുകയുള്ളൂ. അല്ലാതെ അമരന്മാർക്ക് പോലും അദ്ദേഹത്തെ കണ്ടെത്താൻ പ്രയാസമാണ്. ആൺ പെണ്ണലിയായ രൂപം പൂണ്ടവൻ. അവൻ ആണാണ്, പെണ്ണാണ്, നപുംസകമാണ്, എല്ലാം അവനാണ്. കണ്ണാ ഞാൻ കണ്ടേനവനെ. ഇങ്ങനെയുള്ള ശിവനെ കണ്ണാൽ കണ്ടേൻ ഞാൻ അവനെ കണ്ടു. ഇങ്ങനെയുള്ള ശിവഭഗവാനെ ഞാനിതാ നേരിൽ കാണുന്നു എന്നാണ് മാണിക്യവാചകർ പറയുന്നത്. തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ശിവനെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ മാണിക്യവാചകർ. മാണിക്യവാചകരുടെ മുമ്പിൽ ശിവൻ എപ്രകാരമാണോ പ്രത്യക്ഷപ്പെട്ടത്, അതേപോലെ തന്നെ ഈ ശിവഭക്തൻ്റെ മുമ്പിലും ശിവൻ ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കൺമുമ്പിൽ നമുക്ക് കാണാൻ കഴിയും. ആ കണ്ണുള്ളവർക്ക്, ശിവഭക്തന്മാരായ ആ പാത്രങ്ങൾക്ക് ഇതാ ശിവനെ കൺമുമ്പിൽ കാണാൻ കഴിയുന്നു. കണ്ണാ ഞാനും കണ്ടേനവനെ. ഞാനിതാ അവനെ കണ്ണിൽ കാണുന്നു. ഞങ്ങളിതാ അവനെ കണ്ണാൽ കാണുന്നു. എങ്ങനെയുള്ളവൻ? കാരുണ്യമേകും അമൃതസ്വരൂപൻ. അപ്പോൾ ഇനി അദ്ദേഹം എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത് നോക്കൂ. കാരുണ്യവാനായ ശിവനാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. കരുണ കൊണ്ട് ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന ശിവനാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അത്രയ്ക്ക് കരുണയുള്ളവനാണ്. ഭക്തന്മാരോട് അത്രമേൽ കരുണ കാണിക്കുന്നവനാണ് ശിവൻ. അങ്ങനെ കാരുണ്യമേകും അമൃതസ്വരൂപനായ ശിവൻ ഇതാ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കാരുണ്യസ്വരൂപനായ അമൃതസ്വരൂപനായ ശിവൻ ഇതാ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു. കാരുണ്യം മഹത്വം കണ്ടേൻ. കാരുണ്യത്തിൻ്റെ മഹത്വം എന്താണെന്ന് ഞാനിപ്പോൾ അറിയുന്നു. എന്തൊരു കരുണയാണ് ഭഗവാൻ ശിവന്. ആ കാരുണ്യം മുഴുവനും എന്നിലേക്ക് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു. കാരുണ്യാതിരേകത്താൽ അവൻ എന്നെ ആകമാനം ആൾക്കൊണ്ടിരിക്കുന്നു. എന്നെ അവൻ
ആകെ പിടിച്ച് വിഴുങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നെ അവൻ വിഴുങ്ങിക്കഴിഞ്ഞു. പാരുതിൽ ചേവടി വച്ചവൻ വരവേ ഇവൻ താൻ ശിവൻ എന്നതറിഞ്ഞേൻ. ഇവനാണ് ശിവനെന്ന് ഞാനിതാ തിരിച്ചറിയുന്നു. ശിവൻ നമ്മുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടാൽ ശിവഭക്തന്മാർക്ക് മാത്രമേ ശിവനെ തിരിച്ചറിയാൻ കഴിയൂ. ശിവൻ പല രൂപത്തിൽ പല ഭാവത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. കാരുണ്യവാനായി, സ്നേഹസ്വരൂപനായി, അങ്ങനെ പല പല രൂപത്തിൽ ശിവൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ കാരുണ്യവാനായ, ആ അമൃതസ്വരൂപനായ, പാരിൽ കാരുണ്യം കൊണ്ട് നിറഞ്ഞവനായ ഇവൻ താൻ ശിവൻ എന്ന് ഞാൻ അറിഞ്ഞു. അവനെ തന്നെ കൈക്കൊണ്ട് അരുളേകി. അവനിൽ നിന്ന് അവനിൽ നിന്ന് ഇതാ എന്നിലേക്ക് അനുഗ്രഹം പ്രവഹിക്കുന്നു. അവൻ എന്നെ അനുഗ്രഹിക്കുന്നു, അരുള് ലഭിക്കുന്നു. അപ്പോൾ ശിവനിൽ നിന്ന് ലഭിക്കുന്ന അരുള് ഞാൻ ഇതാ ഉൾക്കൊണ്ടിരിക്കുന്നു. എന്നെ ശിവഭഗവാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് കേൾക്കുന്നവർ, ഇത് വായിക്കുന്നവർ, ഇത് ചൊല്ലുന്നവർ, ഇതിനെക്കുറിച്ച് മനനം ചെയ്യുന്നവരുടെ മുമ്പിൽ ഇത് ആ ശിവൻ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് അനുഗ്രഹം ചൊരിയുന്നു, അവരെ ആൾക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ശിവാനുഗ്രഹം കിട്ടിയവരാണ് ഈ ഭാഗത്തിലൂടെ കടന്നു പോകുന്ന നമ്മളെല്ലാം. അങ്ങനെ ശിവൻ്റെ അരുൾ നമുക്കെല്ലാം കിട്ടുകയും ഇതാ നമ്മുടെ മുമ്പിൽ ശിവൻ വന്ന് പ്രത്യക്ഷപ്പെട്ട് ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും ശിവൻ അനുഗ്രഹിക്കുകയും ആ ശിവൻ്റെ അനുഗ്രഹം അവരിലേക്ക് ഒഴുകി വരികയും ചെയ്യുന്നു. അതോടെ അവരുടെ കർമ്മവിനകൾ അത്രയും ഇല്ലാതായി തീർന്നിരിക്കുന്നു. അവർ പരിശുദ്ധരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവർ പരിപാവനമായ സ്നേഹത്തിൻ്റെ ലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവർ കാരുണ്യമൂർത്തികളായി പ്രപഞ്ചത്തിന് മുഴുവനും കാരുണ്യമേകൊണ്ട് വിലസുന്നവരായി ഭാവിയിൽ പരിലസിക്കുക തന്നെ ചെയ്യും. ഇതാണ് ശിവൻ്റെ അരുൾ, ഇതാണ് ശിവൻ്റെ അനുഗ്രഹം. ആ അനുഗ്രഹത്തിന് പാത്രമായ എല്ലാവർക്കും നന്ദി. ഓം ശിവായ തിരുമൂലദേവായ നമഃ. ഓം ശിവായ മാണിക്യവാചക സ്വാമിയേ നമഃ.